ഇനി അവരല്ല, നമ്മളാണ് വിഗ്രഹാരാധകർ. പുണ്യവാളന്മാരോ ഒന്നോ രണ്ടോ ഒന്നും അല്ല, എല്ലാവരും പെട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ് മണ്ഡലത്തിൽ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 52 വർഷം സുവിശേഷ വേലയുമായി കത്തോലിക്ക സഭയോട് ചേർന്ന് നിന്ന് ദൈവവചനം പ്രഘോഷിച്ച ബഹുമാനപ്പെട്ട ജെയിംസ് മഞ്ഞാക്കലച്ചൻ വളരെ വ്യക്തമായി തൻ്റെ വീഡിയോയിലൂടെ ഇന്ന് മലയാള ലോകത്തോട്, അല്ലെങ്കിൽ ഈ പറയുന്ന ക്രിസ്തീയ വിശ്വാസത്തോട് എല്ലാവരോടുമായിട്ട് ഒരു പ്രധാനപ്പെട്ട വിഷയം അദ്ദേഹം സംസാരിച്ചിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, നമ്മൾ മതത്തിൻ്റെ അടിമകളാകരുത്, മാത്രമല്ല വിശ്വാസികൾ വിഗ്രഹാരാധകർ ആകരുത്, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരാകണം എന്നുള്ളതാണ് അച്ഛൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രബോധനം. ശ്രദ്ധിക്കുക, 52 വർഷം പൗരോഹിത്യ വേലയിലും സുവിശേഷ വേലയിലുമായിരുന്ന ഈ ബഹുമാനപ്പെട്ട പുരോഹിതൻ അദ്ദേഹം ഇങ്ങനെ പറയണമെങ്കിൽ എത്രത്തോളം ദൈവവചനം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ്, അച്ഛൻ പറയുന്നൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്, നിങ്ങൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരാകണം. നിങ്ങളിതുപോലെ പ്രദക്ഷിണമായിട്ട് കൊണ്ടുകിടക്കുന്ന ഈ വിഗ്രഹങ്ങൾ സ്വരൂപങ്ങളെന്ന് ആദ്യം പറയുകയും എന്നാൽ അത് പച്ചയ്ക്ക് വിഗ്രഹാരാധനയാണെന്ന് പറയുകയും മറ്റുള്ളവരെ നോക്കി, ഹൈന്ദവരെ നോക്കി അവർ വിഗ്രഹാരാധകരാണെന്ന് കളിയാക്കുന്ന നമ്മൾ ക്രിസ്ത്യാനികൾ, നമ്മളാണ് യഥാർത്ഥ വിഗ്രഹാരാധികളെന്ന് അച്ഛൻ വളരെ വ്യക്തതയോടുകൂടി തന്നെ ലോകത്തോട് വിളിച്ചു പറയുന്നു. നമുക്ക് ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു പോകാം. ഇപ്പോൾ നമ്മുടെ സഭ എന്ന് പറയുന്ന സമൂഹത്തിൽ ഞാൻ സഭയെന്ന് വിളിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആരും സഭയിൽ, സഭ എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിലെ ശരീരത്തിലെ അംഗങ്ങളാണ്. ഒന്ന് കൊരിന്ത്യർ നമ്മൾ വായിക്കുന്നുണ്ട് 12:27. ഇന്ന് എന്താണ് സഭയെന്ന് കാണുന്നത്? മുത്തുക്കുട, കുരിശുകൾ, അതും ആയിരക്കണക്കിന് സ്വർണ്ണക്കുരിശ്, അല്ലെങ്കിൽ വെള്ളിക്കുരിശ്, ചെണ്ട, മേളം, അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും പിണ്ടി പ്രദർശന തുലാഭാരം, പിന്നെയോ ഏറെ കരുന്നുകൾ ഇങ്ങനെ കൈപ്പിടിച്ചുകൊണ്ട് നടക്കുക. വെറും ചെമ്പ അല്ലെങ്കിൽ വെറും അലുമിനിയം കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ഓർക്കണമേ. ഇനി പുണ്യവാളന്മാരോ ഒന്നോ രണ്ടോ ഒന്നും അല്ല, എല്ലാവരും പെട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ് മണ്ഡലത്തിൽ പള്ളിയുടെ ഫ്രണ്ടിൽ. പ്രദർശനം വരുമ്പോൾ ഈ അടുത്ത നാളിൽ ഒരു അമ്പലത്തിന്റെ പടിക്കൂടെ പോകുന്ന ഞാൻ കണ്ടു. 10-15 തോളെ വെച്ചിരിക്കുകയാണ്, തടിയോ കുമായോ ഒക്കെ ഉണ്ടാക്കിയ ഈ സ്വരൂപം. വിഗ്രഹാരാധന അത് കണ്ടുകൊണ്ടിരുന്ന ഹൈന്ദവർ അവരെ നോക്കിക്കൊണ്ട് ക്രിസ്ത്യാനികളാണെന്ന് പറയുമ്പോൾ അവരാ വിഗ്രഹാരാധന അല്ല. ഇനി അവരല്ല, നമ്മളാണ് വിഗ്രഹാരാധകർ. തന്നെ നടക്കാൻ മേലാത്തത് കൊണ്ട് തോളെ വെച്ചുകൊണ്ട് പോകുന്നു. സങ്കീർത്തനം പറയുന്നുണ്ട്. സംസാരിക്കാൻ ശക്തിയില്ല, എന്തെങ്കിലും നമ്മൾ നോക്കാനും ശക്തിയില്ല. വെറും തടിയോ മരങ്ങളോ കൊണ്ട് ഉണ്ടാക്കിയ നിർജീവ വസ്തുക്കളെ വെച്ചുകൊണ്ട് ആളുകളൊക്കെ, പാവങ്ങൾ, അവരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്താണ്. അത് നിർത്തണം, അത് നിർത്തിയേ മതിയോ. അത് നിർത്തുന്നത് നമ്മളാണ്, അധികാരികൾ നിർത്തില്ല. കാരണം അവിടെ വേറെ ബിസിനസിന്റെ ആസ്പെക്ട് ഉണ്ട്, കോടിക്കണക്കിനും ലക്ഷക്കണക്കിന് രൂപ വരുമാനമുണ്ട്. അവർ നിർത്തില്ല. പ്രിയമുള്ള നമുക്കാണ്, നമ്മൾ ക്രിസ്ത്യാനികളാണ് ഇതിന് തീരുമാനമെടുക്കേണ്ടത്. ഇങ്ങനെയുള്ള സംബന്ധിക്കില്ല, സഹകരിക്കില്ല എന്ന് തീരുമാനിക്കണം. അത് ഈശോയുടെ ഇഷ്ടമല്ല. ഈശോയുടെ ഇഷ്ടം എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. 1 തെസ്സലോനിയൻസ് 4:3 നിങ്ങളെപ്പറ്റിയുള്ള ദൈവത്തിന്റെ ഹിതം ഒരു വിശുദ്ധ ജീവിതമാണ്. അതൊന്നും ഇല്ല. കുമിസാരത്തിന് പോലും അച്ഛന്മാരി ഈ പ്രദർശനമൊക്കെ നടക്കുമ്പോൾ ഒരു വചന പ്രഘോഷമോ ഒന്നുമില്ല. എല്ലാം വെടികെട്ട് അല്ലെങ്കിൽ ഖജന വെടി, ഏലക്കാമാല, ഈ തടിയെ കൊണ്ട് ഇടുക, അത് വിറ്റ് കാശാക്കുക. അടുത്തൊരിടയിൽ ഒരു പ്രദർശനം ഞാൻ കണ്ടില്ല, കണ്ടവർ കൂടിയവർ പറയുമായിരുന്നു. ഒരു കാര്യം നിലനിൽച്ച് മുന്നേ പോകുന്നു. പുറയിലെ ഒരു ലോറിയിൽ ഒരു മനുഷ്യൻ പകുതി നഗ്നനായി എന്ന് പറഞ്ഞാൽ 2 പേർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് വില്ലുണ്ട്, മേത്തെല്ലാം ഈ അമ്പുണ്ട്. ആരാ സെബസ്ത്യാനോസാ തലൊരു മുടിയും വെച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ നിൽക്കുന്ന എല്ലാവരും നോക്കി ചിരിക്കുകയാണ്. ആർക്കും ഒരു ഭക്തിയൊന്നുമില്ല. യഥാർത്ഥ ഭക്തി തിന്മയെ വെറുക്കലാണേ, മറക്കരുതേ. എത്ര തിന്മകളാണ് ഈ പ്രദർശനത്തിൽ നടക്കുന്നത്. മദ്യമുണ്ട്, മ്ലേച്ഛതയുണ്ട്, ഇതൊന്നും ആർക്കും ഒരു പ്രശ്നമല്ല. ആള് കൂട്ടുക, മേളം കൂട്ടുക, വേറെ കച്ചവടക്കാർ വരിക, അതിന് സ്ഥലം കൊടുക്കുക, അതിന്റെ വാടക മേടിക്കുക. പ്രിയപ്പെട്ടവരെ, അതെ. പിന്നെ നമുക്ക് ഒരിക്കലും പാടില്ലാത്ത തുലാഭാരങ്ങൾ, ഇതൊക്കെയാണ് നടന്നു പോകുന്ന ഓർക്കണം. ഇത് മക്കളെ നമ്മൾ നിർത്തേണ്ടത്, നമ്മൾ നിർത്തണം. അത് സത്യത്തിലും ആത്മാവിലും നമുക്ക് കർത്താവിനെ ആരാധിക്കണം. ഈ തടിയെ വെച്ചുകൊണ്ട് വെഞ്ചാപനം വീശുക, വെച്ചിലെറിയുക, പാക്കെറിയുക, എന്നിട്ട് അത് നോക്കി ഇരിക്കുകയാണ്. നല്ല ആർട്ടിസ്റ്റ്, നല്ല കലാകാരന്മാരുണ്ടാക്കിക്കൊണ്ട് മുഖത്തല്ല പുഞ്ചിരിയൊക്കെ കാണും. പുണ്യാന്റെ ചിരിയൊന്നും അല്ല, അമരാന്റെ അല്ല. നിങ്ങൾ നോക്കേണ്ട യേശുവിന്റെ മുഖത്തേക്കാണ്. ഹല്ലേലൂയ. ആ യേശുവിന്റെ മുഖം സത്യത്തിലും ആത്മാവിൽ നിനക്ക് നിന്റെ ഹൃദയത്തിൽ കാണാൻ സാധിക്കും. നിന്നിൽ വസിക്കുന്നു അവൻ. പിന്നെ വിശുദ്ധ കുർബാനയിൽ വസിക്കുന്നു, വചനത്തിൽ വസിക്കുന്നു. ഈ കർത്താവിനെ കണ്ട് ആ മുഖമാണ് ചിരിക്കേണ്ടത്. അവിടെയാണ് യഥാർത്ഥ വ്യതിയാനം, ജീവിത വ്യതിയാനം. ഈ ബാഹ്യതയെല്ലാം മാറ്റി നീ ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റെതല്ല. ഇത് വീണ്ടും വീണ്ടും പറയുകയാണ്. എത്ര പറഞ്ഞാലും മതിയാവില്ല. കാരണം കാര്യത്തിൽ ഇറങ്ങിയാലേ നമ്മൾ ക്രിസ്തീയരാവൂ. ഇന്നത്തെ പോക്ക് ക്രൈസ്തവ ജീവിതമല്ല, പിന്നെ ഒരു മതജീവിതം. മറ്റു മതങ്ങളോടൊപ്പം നമ്മൾ മത്സരം. അവർക്ക് ആനയുണ്ട്, ഞങ്ങൾ ആനയെ കൊണ്ടുവരണം. അവർക്ക് കുടയുണ്ട്, ഞങ്ങൾക്കും കൂടെ വേണം. അവർക്ക് വെടികെട്ടുണ്ട്, ഞങ്ങൾക്കും വേണം. ഇതൊക്കെ എന്നിട്ട് അവരെ കുറ്റം പറയും. അവരാണ് വിഗ്രഹാരാധകരെന്ന്. പ്രിയപ്പെട്ട നമുക്ക് വിഗ്രഹങ്ങളെ തുടച്ചു മാറ്റണം. ഞാൻ പറയുന്നത് അത് നമുക്ക് യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാനയും ആരാധനയും കൂടി വന്നാൽ യേശുവിൻ്റെ ഒരു പ്രതിമയോ യേശുവിൻ്റെ ഒരു പടമോ അത് ധാരാളം മതിയാവും. യുള്ള പുണ്യമാരെല്ലാം ഉണ്ടാക്കി അതിൻ്റെ മുമ്പിൽ നേർച്ചപ്പെട്ടിയൊക്കെ വെക്കുന്നത് ഞാൻ പറയും വളരെ വളരെ പരിതാപകരമാണ്. നമുക്ക് കഞ്ഞിക്ക് മാർഗമില്ലാത്തവരാണോ ഈ സഭയിലുള്ള മേലധികാരികളെല്ലാം? ഈ പിച്ച പാവപ്പെട്ടവരാണ്. എന്തെങ്കിലും കിട്ടുമല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഭൗമികമായ രോഗശാന്തി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കടം വീട്ടിലായിരിക്കാം, അല്ലെങ്കിൽ വിദേശത്ത് പറഞ്ഞ വീശ ആയിരിക്കാം കിട്ടാനായിട്ട്. ഈ തടിയെ നോക്കിക്കൊണ്ടാണ് ഉള്ള കയ്യിലുള്ള എല്ലാം കൊണ്ട് ഇടുകയാണ്. എന്നിട്ട് ഇതെല്ലാം എവിടെ പോകുന്നു? ഞാൻ ഒരു കോൾക്കാരുടെ പള്ളി ചെന്നപ്പോൾ പുതിയ പള്ളിപ്പണിയാണ്. പഴയ രൂപങ്ങളെല്ലാം കൂടെ ഒരു കുന്നുകൂട്ടി കിടക്കുകയാണ്, മുഴുവൻ പൊടിയും പിടിച്ച്. അപ്പോൾ എന്നോട് പറയായിരുന്നു അവിടുത്തെ കൈക്കാരൻ,
ഇതെല്ലാം ഇനി പുതിയ പള്ളി പണിയുമ്പോൾ നല്ലപോലെ പെയിന്റ് അടിച്ചിറക്കണം, എങ്കിലേ ആളുകൾ കാഴ്ചക്ക് അത് ഇമ്പമാവും. എന്താ ഇതൊക്കെ പ്രിയമുള്ളവരെ, ഞാൻ വിശദീകരിച്ച് പറയണം, കാരണം പറഞ്ഞു മടുത്തു. അല്ലാതെ ഈ പുറമേ ബഹളവും വെച്ച് വൈരാഗ്യം ദോഷവും തിന്മയെല്ലാം വെച്ച് മദ്യവും വെച്ച് ഈ എണ്ണത്തിൽ നടത്തുകൊണ്ട് ആരും രക്ഷ പ്രാപിക്കില്ല. ആകയാൽ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടവർക്ക് ഇനി ശിക്ഷാവിധി ഇല്ല. റോമ 8:1. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ ഐക്യം ആത്മാവിലാണ് ഉണ്ടാകേണ്ടത്. അല്ലാതെ ഈ ബഹളം വെച്ചതുകൊണ്ട് ആത്മാവിന്റെ ഐക്യവും ഇല്ല. പരസ്പര സ്നേഹമില്ലാത്തവർ, ഭാര്യയെ വെറുക്കുന്നവർ, ഭർത്താവിനെ വെറുക്കുന്നവർ, ഇനിയറ്റം ഭാര്യയും ഭർത്താവിനെ ഉപേക്ഷിച്ചവർ പോലും വലിയ നേർച്ച കൊണ്ടിടും. മറ്റുള്ളവരെ കളിപ്പിക്കുന്നവരും നേർച്ചയിടും. ഒരു വിഷയം ചിലരൊക്കെ ഈ കളിപ്പീർ പ്രസ്ഥാനത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പുരോഗമനത്തിന് വേണ്ടി കൊണ്ട് പുണ്ണാണ്ടുകൊണ്ട് ഏലക്കമാലയും അല്ലെങ്കിൽ സ്വർണ്ണമാലയൊക്കെ കൊണ്ട് കൊടുക്കും. എന്തിനാണ് കള്ളക്കടത്ത് നടത്തുന്നുണ്ട്? അത് നോട്ടിരിപ്പുണ്ട്, നോട്ട് ഇരട്ടിപ്പിക്കൽ അല്ലെങ്കിൽ ഏതെങ്കിലും തട്ട് വക്രതയുടെ ബിസിനസ് നടത്തുന്നവർ അതിന്റെ വിജയത്തിനായിട്ട്, വക്രതയുടെ വിജയത്തിന് തമ്പുരാൻ കൂട്ടിയിരിക്കുക കേട്ടോ. തമ്പുരാൻ സത്യത്തിനെ കൂട്ടുനിൽക്കൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെ ഞാൻ പറയുന്നു, നമുക്കൊരു മാറ്റം വന്നേ മതിയോ. ഞാനൊരു വിമർശനമായിട്ട് പറയല്ല, തമാശായിട്ടുമല്ല, സീരിയസ് ആയിട്ട് എടുക്കണം. കാരണം മോശമാണ്. പൗലോസ് പറയുന്ന പോലെ നമുക്ക് ജഡികാരിയിൽ നിന്ന് ആധ്യാത്മികതയിലേക്ക് വരണം. അങ്ങനെ ഒരു സമൂഹമായി മാറണം. യഥാർത്ഥ ക്രിസ്തീയത, അത് യേശുക്രിസ്തുവോട് ഐക്യപ്പെട്ട ആ ജീവിതം, ആത്മാവിലും സത്യത്തിലും അവനെ കാണണം. ആന്തരിക കണ്ണ് തുറക്കണം. നിന്നിലുള്ള കർത്താവ് നിന്നോടുകൂടി നടക്കുന്നവനെ കാണണം. ഹല്ലേലൂയ. നിന്റെ ചുറ്റും നോക്കുമ്പോൾ ആരാണോ നിന്നെ കാണുന്നത്, അതും യേശുവുള്ള ഒരു സക്രാരിയാണ്, അല്ലെങ്കിൽ യേശുവിനെ കൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അവനിലും യേശുവുണ്ട്. അതുകൊണ്ട് അവനെ സഹായിക്കണം. അവന് ഉടുതുണിയില്ലായിരിക്കാം, ഒരു ആഹാരം കഴിക്കാൻ മാർഗമില്ല, വീടില്ല, കൊടുക്കൂ. അവസാനം നിത്യതയിലേക്ക് പ്രവേശിക്കുമ്പോൾ നിന്നോട് ചോദിക്കുന്ന അതൊക്കെയാണ്. ഉണ്ണാൻ കൊടുത്തോ, പാവങ്ങൾക്ക് ഉടുക്കാൻ കൊടുത്തോ, അവിടെ വീട് സന്ദർശിച്ചോ, അവരുടെ രോഗങ്ങൾക്ക് വേണ്ടി സഹായിച്ചോ, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. ഒരിക്കലും കർത്താവ് അവസാനം ചോദിക്കില്ല, എത്ര തവണ നീ അത് ചെണ്ടമേളത്തിന് കാശ് കൊടുത്തു, അല്ലെങ്കിൽ വെടികെട്ടിന് കാശ് കൊടുത്തു, എത്ര തവണ കഴിഞ്ഞ നിർദ്ദേശിച്ചു, എത്ര തുലാഭാരം നടത്തി. ഇതൊന്നും കർത്താവ് ചോദിക്കുന്നതല്ല എന്ന് ഓർത്തോണം. ഒരു വചനത്തിലും അത് കാണാൻ സാധിക്കില്ല എന്ന കാര്യം അത് മനസ്സിലാക്കണമേ എന്നെനിക്ക് പറയാനുള്ളത്. എത്ര തവണ സ്വരൂപത്തെ പോയി മുത്തി. ഇതൊക്കെ ഒന്ന് മക്കളെ, നമുക്ക് ഒന്ന് ചിന്തിക്കണം. ഇനിയെങ്കിലും വചനാധിഷ്ഠിതമായി കർത്താവ് നമ്മുടെ ബൈബിൾ പഠിപ്പിച്ചനുസരിച്ച് പോകാം. ഇതൊക്കെ മനുഷ്യനുണ്ടാക്കിയ സൂത്രങ്ങളല്ല, ദൈവത്തിൻ്റെ അല്ല. അത് ഓർക്കണമേ. കർത്താവിൻ്റെ സഭയാണ് ഈ മരം മനുഷ്യനും ഉണ്ടാക്കി. ഹല്ലേലൂയ. മറ്റു മരങ്ങളെ അനുകരിച്ചും അവിടുന്ന് സ്വീകരിച്ചും കിടമത്സരങ്ങൾ നടത്തി ഉള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമുക്ക് സത്യമായി ആരാധിക്കണം, സ്തുതിക്കണം. അതിന് അതെ ആരാധനാക്രമം നമുക്കുണ്ട്. അതാണ് വിശുദ്ധ കുർബാന, ആരാധന, പരസ്യ ആരാധനകൾ. അതൊക്കെ നമ്മൾ സംബന്ധിക്കണം. ഇത് ഒറ്റയ്ക്ക് പോയി ആരാധിക്കണം. ആ സക്രാരിയിൽ മറിഞ്ഞിരിക്കുന്ന ആ ഈശോയെ തുടർന്ന് കാണണം, ഹൃദയം കൊണ്ട് കാണണം. ഇങ്ങനെയൊക്കെയുള്ള ഒരു ക്രിസ്തീയത വരികയാണെങ്കിൽ കുറേ പേരെങ്കിലും നിലനിൽക്കും ഈ കേരളത്തിൽ. കാരണം നമ്മുടെ ക്രിസ്തീയത അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. അതും അറിയാം. അതുകൊണ്ട് നമുക്ക് കുറേ പേരെങ്കിലും യേശുവിൻ്റെ കൃപയിൽ ജീവിക്കുന്നവരായി ഉണ്ടാകുമ്പോൾ ഈശോ അവരിൽ സംപ്രീതനാകും. ഭാവിയിൽ അവരെ കൊണ്ട് കർത്താവ് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതെന്താണെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവരെ സ്വരൂപിച്ചു കൂട്ടി ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും പണിയും. ഷുവർ, അത് സത്യമാണ്. കർത്താവിൻ്റെ വചനം എന്നെന്നും നിലനിൽക്കും. ആകാശവും ഭൂമിയും കടന്നു പോയാലും അവൻ്റെ വചനങ്ങൾ കടന്നുപോയില്ല മക്കളെ. അതുകൊണ്ട് ഞാൻ ശക്തമായ ഭാഷയിൽ പറയുകയാണ്, അതെ നമുക്ക് മതത്തിൻ്റെ അംഗങ്ങളായിരിക്കുന്നു എന്നതിനേക്കാൾ യേശുവിൻ്റെ ശരീരത്തിലെ അംഗങ്ങളാണ് എന്ന് ഉറപ്പുവരുത്തണം. നമ്മൾ മാമോദീസായ്ക്ക് പേരെഴുതിയിട്ടുണ്ട്. പിന്നെ കൂടെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ രജിസ്റ്റർ ബുക്കിലുണ്ട്. കർത്താവിൻ്റെ രജിസ്റ്റർ ബുക്കിൽ പേര് വേണം. അത് കർത്താവിൻ്റെ കയ്യിൽ നിന്റെ പേരെഴുതപ്പെടണം. ഹൃദയത്തിൽ അവൻ വസിക്കണം. അവൻ്റെ ശരീരത്തിൽ ഒരു അവയവം ആയിരിക്കണം നീ. അതാണ് സഭ എന്ന് പറയുന്നത്. അത് ഒന്ന് ഉറപ്പുവരുത്തുക, ഷുവറാക്കുക. അതാണ് ഇന്ന് ആവശ്യം. അതെ, ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു, ഒരു മരത്തിലെ അംഗമായിരിക്കാനും മരത്തിലേക്ക് ആളുകളെ കൂട്ടാനുമല്ല എന്ന് പരിശ്രമിക്കേണ്ടത്. പിന്നെ യേശുക്രിസ്തു ആകുന്ന രക്ഷകന്റെ ശരീരത്തിലേക്ക് ആളുകളെ കൂട്ടിച്ചേർക്കുക. നീയും അവിടെയാണ് എന്ന് ഉറപ്പുവരുത്തി അവിടുത്തെ സത്യത്തിലും ആത്മാവിലും ആത്മീയ കണ്ണുകളും ആത്മീയ കാടുകളും ആന്തരിക പഞ്ചേന്ദ്രങ്ങൾ തുറന്ന് അനുഭവിക്കുകയും കാണുകയും ചെയ്യുക. കർത്താവ് യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് കാണുന്ന ഈ വേഷങ്കെട്ടുകൾ നിറഞ്ഞ സഭയെ, അതിനെ കത്തോലിക്ക സഭ എന്ന് വിളിക്കാൻ പോലും അച്ഛൻ മയക്കുകയോ അല്ലെങ്കിൽ അച്ഛന് താല്പര്യമില്ല. പകരം അത് മതത്തിൻ്റെ ആക്രികൾ എന്ന രീതിയിലാണ് അച്ഛൻ അതിനെ വിശേഷിപ്പിക്കുന്നത്. കാരണം വളരെ വ്യക്തമാണ്. ഇത് നമ്മൾ എത്രയോ പ്രാവശ്യം നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള വിഷയമാണ്. മതത്തിൻ്റെ ആക്രികളെ നമ്മൾ വലിച്ചെറിയുവൻ. അച്ഛൻ അവിടെ പ്രധാനമായിട്ട് പറയുന്നൊരു വിഷയമുണ്ട്. ഒരിക്കലും അധികാരികൾ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കത്തില്ല. അവർ എപ്പോഴും ഇത് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അതിൻ്റെ പുറകിൽ ഒരു ബിസിനസ് ഉണ്ട്. ഈ ബിസിനസ്സാണ് അവരെ നിയന്ത്രിക്കുന്നത്, അവരെ കൺട്രോൾ ചെയ്യുന്നത്. വിശ്വാസികളായ നമ്മളാണ് മുൻകൈ എടുക്കേണ്ടത്. നമ്മൾ പോകത്തില്ലെന്ന് തീരുമാനിച്ചാൽ അവിടെ തീരും ഈ പരിപാടി എന്ന് അച്ഛൻ്റെ വ്യക്തമായ വാക്കുകളിലൂടെ നമ്മളോട് അച്ഛൻ വെളിപ്പെടുത്തും. ഒരു സാധാരണ വ്യക്തിയായ ഞാൻ പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര എതിർപ്പാണ്. അയ്യോ, ഇവൻ മോശക്കാരനാണ്, ഇവൻ കത്തോലിക്കരെ നശിപ്പിക്കാൻ വന്നിരിക്കുന്നതാണ്, ഇവൻ തിന്മ പറയുന്നു, ഇവൻ വിദ്വേഷം പരത്തുന്നു. ഇതൊക്കെയായിരുന്നു എല്ലാവരുടെയും ആരോപണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത്രയും വർഷം സുവിശേഷം പറഞ്ഞ ബഹുമാനപ്പെട്ട അച്ഛൻ അത് പറയണമെങ്കിൽ അത് എത്രത്തോളം വിഷമത്തോടുകൂടിയാണ് പറയുന്നത്. കാര്യം പലരും കമൻ്റ് ഇട്ടിട്ടുണ്ട് അച്ഛൻ്റെ വീഡിയോയിൽ തന്നെ. അച്ഛൻ്റെ പുറകിൽ വിഗ്രഹങ്ങൾ ഇരിക്കുന്നുണ്ട്. മാത്രമല്ല അച്ഛൻ്റെ ഉറാലയിൽ, അദ്ദേഹത്തിൻ്റെ ആ ഉറാലയിൽ നമുക്ക് കാണാൻ പറ്റും ഡാവിഞ്ചി വരച്ച ആ ഒരു ചിത്രവും നമുക്ക് കാണാൻ പറ്റും. അച്ഛന് പരിധികളുണ്ട്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം 80 വയസ്സോളമായി. ഇപ്പോഴെങ്കിലും ഇത് ലോകത്തോട് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഇനിയെങ്കിലും വിശ്വാസികളെ വഞ്ചിക്കരുത് എന്നാണ് അച്ഛൻ അതിൻ്റെ അടുത്ത് ടൈറ്റിൽ ഇട്ടിരിക്കുന്നത്. പാവപ്പെട്ട വിശ്വാസികളെ, അജ്ഞരായ വിശ്വാസികളെ നിങ്ങൾ വഞ്ചിക്കരുത്. അപ്പോൾ ഇങ്ങനെയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ
അച്ഛന് വളരെ വിഷമമാകും, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ അത് ചോദ്യം വരുമോ എന്ന ഭയമായിരിക്കാം ഒരുപക്ഷെ അച്ഛൻ ഈ 80-ാം വയസ്സിൽ ലോകത്തോട് ഇത്രയും കൃത്യതയോടുകൂടി തന്നെ ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. എനിക്ക് തോന്നുന്നു ഈ പ്രായമായതുകൊണ്ട് അച്ഛന് കാര്യമായി ആരെയും ഭയമില്ല, പ്രത്യേകിച്ച് അധികാരികളെ വലിയ ഭയമില്ല, അല്ലെങ്കിൽ ഇത്രയും വ്യക്തതയോടെ പറയാൻ സാധിക്കത്തില്ല. എങ്കിലും ആ ഒരു പൗരോഹിത്യത്തിൻ്റെ ലെവലിൽ നിൽക്കുമ്പോൾ ചില പരിധികളും പരിമിതികളും ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. പലരും അതിൻ്റെ വീഡിയോയിൽ കമൻ്റ് ഇട്ടിട്ടുണ്ട്, അച്ഛൻ്റെ പുറകിലിരിക്കുന്നുണ്ട് വിഗ്രഹം എന്ന് പറഞ്ഞിട്ട്. ശരിയാണ്, നമ്മളും അത് പറയാറുണ്ട്. പക്ഷേ ഒരു പരിധിവരെ ഞാൻ ആ കാര്യത്തിൽ അച്ഛനെ വിമർശിക്കുന്നില്ല. കാരണം ഇത്രയെങ്കിലും തുറന്നു പറയാൻ എനിക്ക് തോന്നുന്നു അനേക ആത്മീയ ശുശ്രൂഷകർ, അനേക പുരോഹിതർ, പ്രത്യേകിച്ച് സുവിശേഷ വേലയിലായിരിക്കുന്ന പരിശുദ്ധാത്മാവുള്ള ഒട്ടനവധി ആളുകൾ ഇത് പറയാൻ വെമ്പുന്നുണ്ട്, ഇത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നെ അനേക വ്യക്തികൾ വിളിച്ചിട്ടുണ്ട്, മോനെ നിനക്ക് പറയാം, കുഴപ്പമില്ല, ഞങ്ങൾ പക്ഷേ പള്ളികളിൽ ധ്യാനം നടത്തുന്ന അല്ലെങ്കിൽ ധ്യാന കേന്ദ്രങ്ങളോടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്, ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് അത് ബ്ലോക്കാവും. പലരുടെയും പ്രശ്നം അതാണ്. ശുശ്രൂഷകൾ അല്ലെങ്കിൽ ദൈവവേലയ്ക്ക് അത് തടസ്സമാകുമോ എന്ന ഭയത്തിലാണ് ലോകത്തോട് ഇത് പച്ചയ്ക്ക് വിളിച്ചു പറയാത്തത്. പക്ഷേ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ ഈ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അച്ഛൻ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് അച്ഛനുമായി ബന്ധപ്പെട്ട ധ്യാന കേന്ദ്രങ്ങളിൽ ധ്യാനങ്ങൾ നടക്കുമ്പോൾ വൺ ഡേ പ്രയറുകളിലും മറ്റു പ്രയറുകളിലൊക്കെ അച്ഛൻ ഇത് പരസ്യമായിട്ട് പറയാറുണ്ട്. പക്ഷേ അത് വീഡിയോ ആയി പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ചെയ്യുന്നത് വളരെ ചുരുക്കമായിട്ടാണ് മാത്രമാണെന്നുള്ളതാണ്. അത് ഈ ഒരു സമയത്ത് അച്ഛൻ ചെയ്തതിൻ്റെ ചേതോവികാരം എനിക്ക് തോന്നുന്നു ഇനിയെങ്കിലും അത് പറഞ്ഞില്ലെങ്കിൽ ദൈവസന്നിധിയിൽ ചോദ്യം വരുമോ എന്നൊരു ഭയമായിരിക്കാം. പ്രിയമുള്ള ദൈവജനമേ, അച്ഛനിത് പറയുമ്പോൾ മാർപ്പാപ്പയെ പെന്തക്കോസ്താക്കിയ കത്തോലിക്കർ അച്ഛനെയും പെന്തക്കോസ്താക്കിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്നെയും പെന്തക്കോസ്ത് മുദ്ര കുത്തുന്ന ഈ പറയുന്ന അച്ഛനെയും അത് മുദ്ര കുത്തിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ ഒരു വ്യക്തി കമൻറ്റ് എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചു. ഇദ്ദേഹം ഒരു പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്നു, കത്തോലിക്ക പൗരോഹിത്യത്തിൽ നിൽക്കുന്ന പെന്തക്കോസ്തുകാരനാണ് എന്ന രീതിയിൽ. മാർപ്പാപ്പയെ വിളിച്ചവൻ, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞവൻ, യേശുവിനെ ക്രൂശിച്ചവൻ, യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നോട് ഇതാണ് ചെയ്തതെങ്കിൽ നിങ്ങളോട് ഇതിലും വലുത് ചെയ്യും. അപ്പോൾ യേശുവിനെ തള്ളിക്കളഞ്ഞ അതേ മനോഭാവം ഇന്ന് നമ്മളുടെ ഇടയിലും ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഏതിലെയും നമ്മൾ തിരിച്ചറിയുക, സത്യം മനസ്സിലാക്കുക, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന, വിശുദ്ധ കുർബാനയോട് ചേർന്ന് മാത്രം ക്രിസ്തുവിനെ മനസ്സിലാക്കുന്ന, ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന, ക്രിസ്തീയ വിശ്വാസത്തിൽ വിശുദ്ധ ബൈബിൾ നമ്മളോട് എന്ത് പറയുന്നോ, ദൈവവചനം നമ്മളോട് പറയുന്ന ആത്മീയ സത്യങ്ങളെ വിശ്വസിച്ച് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ക്രിസ്തീയ വിശ്വാസികളെ തേടിയാണ് പിതാവ് വരുന്നത്. ഒരിക്കലും പിതാവ് നമ്മളോട് ചോദിക്കത്തില്ല, നീ എത്ര നേർച്ച നടത്തി, നീ എത്ര തുലാഭാരം നടത്തി. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ അച്ഛൻ്റെ വാക്കുകൾ കണ്ടെടുക്കുകയാണെങ്കിൽ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ എത്ര പ്രാവശ്യം നീ നൊവേന നടത്തി, പെരുന്നാൾ നടത്തി, വെടിക്കെട്ട് നടത്തി, ഇതൊന്നുമല്ല കർത്താവ് ചോദിക്കുന്നത്. നിന്റെ ഹൃദയത്തെ അറിയുന്ന ദൈവം, നിന്റെ ആത്മാവിനെ മനസ്സിലാക്കുന്ന ദൈവം, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവനെ തേടുന്ന ദൈവം എന്നാണ് ദൈവവചനത്തിൽ യേശു വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെയാകാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.